CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെയും മകനെതിരെയും സാമ്പത്തിക ആരോപണം ഉന്നയിച്ച വ്യവസായി മുഹമ്മദ് ഷർഷാദ് കൂടുതൽ ആരോപണങ്ങളുമായി രംഗത്തെത്തി. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിയുടെ മകനും ലണ്ടനിലെ വ്യവസായിയും ചേർന്നാണ് തനിക്കെതിരെ സാമ്പത്തിക കേസുകൾ കൊടുപ്പിക്കുന്നത് എന്നാണ് പുതിയ പരാതി. ഇക്കാര്യത്തിൽ DGPക്ക് പരാതി നൽകി. സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ചു തന്നെ റിമാൻഡ് ചെയ്തതിലും ഗൂഢാലോചനയെന്നാണ് ഷർഷാദിന്റെ ആരോപണം. ഇതിൻ്റെ പുറകിലുള്ള ആൾക്കാരൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഞാനന്ന് റിമാൻഡ് ചെയ്തിട്ട് എന്നെ കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞതാണ്. പാർട്ടി സെക്രട്ടറിയുടെ മകനെതിരെ ഞാൻ കൊടുത്ത പരാതി, പാർട്ടിയിൽ കൊടുത്ത പരാതി, പിന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് അഗെയിൻസ്റ്റ് കൊടുത്ത പരാതി, അതിനെതിരെ അവർ എന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വളരെ വ്യക്തമായ തെളിവുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. കാരണം ഈ രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ആളാണ് ഇത് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഇൻവെസ്റ്റേഴ്സിനെ അവർ വിളിച്ച് നേരിൽ കണ്ടു. ഇൻവെസ്റ്റേഴ്സിനെ മറ്റു പല രീതിയിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ മറ്റു പല രീതിയിൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്തും കൊണ്ട് അവരെ കൊണ്ടൊരു പരാതി കൊടുത്ത്. കാരണം ഇത് കമ്പനി, അതായത് ഞാൻ പേഴ്സണലായിട്ട് ഒരാളടുത്തു നിന്നൊരു പൈസ വാങ്ങിക്കുകയോ കടം വാങ്ങിക്കുകയോ പറ്റിക്കുകയോ ചീറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവർ കമ്പനിയുടെ ഡെവലപ്മെൻറ്റ് കണ്ടിട്ട് ഓരോ സ്റ്റേജായിട്ട് ഇട്ട കാശാണ്. അതായത് ഒറ്റയടിക്കിട്ട പൈസയൊന്നുമല്ല. റിട്ടേൺസ് കിട്ടിക്കൊണ്ട് തന്നെയാണ് അവർ അടുത്ത ഡെപ്പോസിറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് 2024 വരെ അതിന് റിട്ടേൺസ് കൊടുത്തതിൻ്റെ തെളിവ് ബാങ്ക് റെക്കോർഡിലുണ്ട്. മോഹൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെയും മകനെതിരെയും സാമ്പത്തിക ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയ വ്യക്തിയാണ് ഈ വ്യവസായിയായ മുഹമ്മദ് ഷർഷാദ്. എന്താണ് അദ്ദേഹം വീണ്ടും മാധ്യമങ്ങൾക്ക് മുൻപാകെ എത്താനുള്ള കാരണം? എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത്? ഇത്തവണ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിക്കെതിരെയുള്ള പരാതികളുമായിട്ടാണ് ഷർഷാദ് രംഗത്ത് വരുന്നത്. തന്റെ അറസ്റ്റിന് പിന്നിൽ ഗൂഢാലോചന എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നു. ഈ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിയാണ് ആ ഗൂഢാലോചന നടത്തുന്നത് എന്നുള്ളതാണ് ഷർഷാദിന്റെ ആരോപണം. P. ശശിയുടെ മകനും ലണ്ടനിലെ വ്യവസായിയും ചേർന്നാണ് തനിക്കെതിരെ സാമ്പത്തികപരമായിട്ടുള്ള കേസുകൾ കൊടുപ്പിക്കുന്നത് എന്ന് ഷർഷാദ് DGPക്ക് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നു. സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ച് റിമാൻഡ് ചെയ്തതിലും ഗൂഢാലോചനയെന്ന് ഷർഷാദ് പറയുന്നുണ്ട്. നേരത്തെ ഈ ഷർഷാദിനെ അറസ്റ്റ് ചെയ്ത് ഇത് മുഖ്യമന്ത്രിക്ക് പരാതി അയച്ചതിന് പിന്നാലെയാണ് എന്നത് വിഷയം അവിടെ നിലനിൽക്കുന്നുമുണ്ട്. ഈ ഇമെയിൽ പരാതിയിലെ പരാമർശം MV ഗോവിന്ദനെതിരായ പടയൊരുക്കത്തെക്കുറിച്ചാണ് എന്നുള്ള കാര്യം കൂടി അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. കേസും അറസ്റ്റും ഇമെയിലെ വിവരങ്ങൾ പുറത്തുവരാതിരിക്കാനാണെന്ന് ഷർഷാദ് നേരത്തെ ആരോപിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ കത്ത് വിവാദത്തിന് പിന്നാലെയാണ് ഈ ഷർഷാദിന്റെ അല്ലെങ്കിൽ ഷർഷാദ് എന്ന പേര് ഈ വ്യവസായികളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ കേരളത്തിൽ വലിയ സജീവമാകുന്നത്. ഈ കത്ത് വിവാദം ഉണ്ടായതിന് പിന്നാലെ CPM സെക്രട്ടേറിയറ്റ് അംഗത്തിന് വേണ്ടി ഒരാൾ തന്നെ വിളിച്ചിരുന്നുവെന്ന് ഷർഷാദ് വെളിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് പത്തനംതിട്ട, കൊല്ലം, ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിലെ നേതാക്കളും വിളിച്ചുവെന്നും ഒരു വെളിപ്പെടുത്തൽ ഷർഷാദ് അന്ന് നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ P. ശശിക്കെതിരെ ഗൂഢാലോചന പരാതി DGPക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകത.